ആന്റി എന്തു മക്കളെ? പിങ്കിക്ക് വല്ലാത്ത കുഴപ്പം തന്നെ. അവളാ കാർത്തൂനെ വിളിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഒരു വക കേൾക്കുന്നില്ല. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാതിരിക്കണതാണ് നല്ലത്. പിങ്കിയുടെ വിചാരം കാത്തൂനെക്കാളും ചെറുതാണെന്നാണ്. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടാ, രണ്ടും കൂടെ അടി ഉണ്ടാക്കുകയും ചെയ്യും, 5 മിനിറ്റ് കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുകയും ചെയ്യും. നമ്മൾ ഇടപെടാൻ പോയാൽ ശശിയാവും. വരുന്നു മേഡം മാള്. എന്ത് അമ്മേരെ മോക്ക് എന്ത് കുഴപ്പം? നീ ആ കൊച്ചിന്റെ അടുത്ത് മുട കാണിക്കുന്നവളെ എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ ഉടച്ച് കൈ തരും ഞാൻ. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ ഉറക്കാൻ പോകും. പിങ്കി, എന്ത് നിന്റെ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിങ്കി ചേച്ചി എന്താടാ, എന്ത് കണ്ണാ? നല്ല പണിയാണ് കേട്ടോ കാണിച്ചത്. ഞാൻ ഇവിടെ കുറ്റമെല്ലാം വന്ന് ഇവിടെ ഒന്നും പറയുമല്ലോ, അതും പറഞ്ഞുകൊണ്ട് അവളെന്നെ റോഡിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അയ്യോ, എന്തൊന്നും പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ, മേടിക്കണോ? അവക്ക് ദേഷ്യം വന്നാലേ ഭ്രാന്ത. എടാ എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇവരാണല്ലേടാ. അവളെ തൊട്ടാലേ അവളറിഞ്ഞ് വിളിക്കും എന്നെ കൊല്ലുന്നേന്ന്. അച്ഛനമ്മയും വന്ന് എന്നെ കടിക്കും. ഇതാണ് ഞാൻ പറയണത്, അവള് കള്ളിയാണ്, പെരുങ്കള്ളി. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസം ഇല്ലല്ലോ, കള്ളി. അതെ, കാർത്തു കള്ളി തന്നെയാണ്. എനിക്കറിയാം നീ ഇവിടെ തന്നെ വരുമെന്ന്. എല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കിയല്ലേ? ഓക്കെ, കാർത്തു ഒറ്റയ്ക്ക് തന്നെ. എന്തോന്ന് മക്കളെ ഇത്? നിങ്ങളൊക്കെ തമ്മിൽ തല്ലിയാലേ എങ്ങനെ? മക്കള് മെടുക്കി കുട്ടിയല്ലേ, ആന്റിയുടെ സുന്ദരി കുട്ടിയല്ലേ? സുന്ദരി എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിപ്പോയുള്ള അസൂയല്ലേ? അയ്യോ ഡി, നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടണോ? അത് നീയായിട്ട് ഇറങ്ങിപ്പോണാ? പിങ്കി നീ നിർത്ത്, കുറച്ച് കൂടുന്നുണ്ട്. ഇനി നീ എന്റെ കൊച്ചിനെ എല്ലാം പറഞ്ഞോണ്ടല്ലോ വിവരം അറിയുന്നേ. അയ്യോ, ഒരു വലിയ ചേച്ചി വന്നേക്കണ്. കാര്യമൊക്കെ ശരിയെന്നെ, ചേച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. നല്ല പിന്നെ മുടി ചേച്ചി ചേട്ടാ വാ പോവാ. വേണ്ട, ഫോൺ വഴിക്കിട്ട് തല്ലാനല്ലേ? വരാൻ പറഞ്ഞ വരണം. നീ പോടി. മോള് പോക്കോ, ഞാൻ ഇവനെ കൊണ്ട് വന്നോളാം. വന്നാ കൊള്ളാം. കൊഴുപ്പ് തീർന്നില്ല എനിക്ക്. അയ്യോ, ഇതെങ്ങോട്ട് പോന്നു? എന്തു പറ്റി? എവിടെ പോണു? ഞാൻ എങ്ങും പോകുന്നില്ല, എന്നെ ഇവിടുന്ന് ഇറക്കി വിടാ. ഇറക്കി വിട്ടു? ആര്? എന്താ സത്യത്തിൽ എന്താ പ്രശ്നം? അങ്ങക്ക് ഇത്രയും നേരത്തെ ഇവിടെ പ്രശ്നമൊന്നും അറിയില്ല? ഇല്ല മോളെ, പറ, എന്താ കാര്യം? എന്താണ്? അങ്കിളും ആന്റി എന്ത് പാവമാണ്. ആ ഇളയ മോളെന്ത് ഇങ്ങനെ ആയി പോയത്? നീ ഇതുവരെ പോയില്ലേ? ഇളയ മോളെ നിന്നെ കട്ടി കൊള്ളാടി. പിങ്കി, എന്തോന്ന് ഇത്? നോക്കിയോ, നിനക്ക് കുറച്ച് സംസാരം കൂടുന്നുണ്ട്. നല്ല അടി കിട്ടും ഇനിയിപ്പോ നിനക്ക്. അതുപോലെ കാർത്തൂനും കിട്ടുന്നുണ്ട് അടി. എന്നെ എന്തിനാ അടിക്കണത്? അത് അടുത്ത കാലത്തായിട്ട് കാർത്തൂന്റെ സംസാരത്തിലും കുറച്ച് ഇത് കൂടുന്നുണ്ട്. എല്ലാരും മിടുക്കി മിടുക്കി എന്ന് പറയുന്നതുകൊണ്ട് തലക്കനം കൂടിയിട്ടുണ്ട്. ശരി ഞങ്ങളെ, ഇവളുടെ ഓവർ സ്മാർട്ട് ഈ ഇടയിൽ കുറച്ച് കൂടുതലാ. എനിക്കും തോന്നി. ഇവിടെ ഉള്ളവരുടെ എങ്ങനെയായി പോയി? മോളും അതുപോലെ ആവാൻ നോക്കാണോ? ശരി ആന്റി, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മെക്കിട്ട് കയറാൻ വരും. അങ്ങനെയൊന്നും പാടില്ല, അത് മോശമല്ലേ? അങ്ങനെ മെക്കിട്ട് കയറാമോ? എന്റെ കാർത്തുക്കുട്ടി ഇപ്പൊ കരയും, കരയാറായി. അയ്യോ അയ്യോ മോളെ, കരയാതെ. അയ്യോ അയ്യോ, കണ്ണീരോ കണ്ണൂർ. കാത്തു, അയ്യോ കരയാതെ. കാത്തുകുട്ടി, കാര്യം പറഞ്ഞു തരുമ്പോ കരയാൻ പാടില്ല കേട്ടാ. അയ്യോ കരയാതെ. പിങ്കി കണ്ടോ, കൊച്ചു കരയണുണ്ടോ? കണ്ടു നല്ല രസമുണ്ട്. ആരെ സമാധാനിപ്പിക്കണ്ട, ഞാൻ ഒന്ന് കണ്ട് ആസ്വദിച്ചോട്ട്. ഒരു ദുഷ്ട, ഞാൻ നിന്നെ സ്നേഹിച്ചെങ്കിൽ കണക്കിന് കിട്ടി. ഞാൻ നിന്നെ ഒരു മിണ്ടത്തൂല. ഞാൻ ഈ വീട് കാലുപോലും കുത്തത്തില്ല. മക്കളെ, നല്ല കുട്ടിയാവാൻ വേണ്ടി കാര്യം പറഞ്ഞു തരുമ്പോ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആന്റിക്കറിയാവോ, എന്റെ സ്കൂളിലെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് 2 ചേച്ചിയും 1 ചേട്ടനെന്നാണ്. ഈ ചേച്ചിനെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കരയണ്ട കേട്ടോ. പോട്ട് പിങ്കി, ഇങ്ങോട്ട് മോളും വന്നേ. കൈ കൊടുത്തേ, രണ്ടാളും കൈ കൊടുത്തേ. ചെല്ലടി, വാ മോളെ, കൈ കൊടുക്കാൻ പറഞ്ഞില്ലേ? കൊടുക്കുന്നുണ്ടോ? കോംപ്രമൈസ് ചെയ്യാണെങ്കിൽ ഇപ്പൊ കോംപ്രമൈസ് ചെയ്തോളാം, ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ 2 മിണ്ടൂല. ഇങ്ങോട്ട് വന്നടി മോളെ, ചിരിച്ചേ. നീ ചിരിയടി. കൈ കൊടുത്തേ. അത്രേ ഉള്ളൂ. എടി കരഞ്ഞതേ നിന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, നീ മിണ്ടിയില്ലെങ്കിൽ എന്റെ അടുപ്പത്ത് അരി വേവൂല. പുറമേലിരിക്കണമെന്ന് ഓർമ്മിക്കണം, അല്ലെങ്കിൽ നെക്കിത്തരും. ധൈര്യമുള്ള അച്ഛന് മോളതാണെങ്കിൽ പന്തിരാണ്ട് കൊല്ലവും പട്ടിയുടെ വാലില് കുഴലിട്ട് വെച്ചാലും അവസാനം അത് ഊരുമ്പോ ഇതുപോലെ വളഞ്ഞിരിക്കും.